ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സെറ്റിന്റെ തിയറി പാർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആദ്യം ഇതിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. അപ്പം സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ അൺഓർഡേഡ് കളക്ഷൻ ഓഫ് യുണീക്ക് എലമെന്റ്സ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു അൺഓർഡേഡ് കളക്ഷൻ ഓഫ് യുണീക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് പഠിച്ചപ്പോഴും തപ്പുഴ പഠിച്ചപ്പോഴൊക്കെ ഓർഡേഡ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡേഡ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ എലമെന്റ് കയറുമ്പോഴും അതിൻ്റെ ഒരു പൊസിഷന് ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഓർഡേഡ് കളക്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ സെറ്റിൽ അത് അൺഓർഡേഡ് കളക്ഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് സെറ്റിൽ അങ്ങനെ ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടാവത്തില്ല. അപ്പോൾ തന്നെ ഇറ്റ് ഈസ് അൺഓർഡേഡ് കളക്ഷൻ ഓഫ് യുണീക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. യുണീക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു എലമെന്റ് റിപ്പീറ്റ് ആയിട്ട് വരില്ല. ലിസ്റ്റിലും ടപ്പിളിലൊക്കെ ഒരു എലമെന്റ്സ് നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അതിനൊരു ഇൻഡെക്സ് പൊസിഷൻ ഉണ്ടാകുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എലമെന്റ് ആണെങ്കിൽ കൂടി അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് വേറെ വേറെ എലമെന്റ് ആയിട്ടായിരിക്കും ആ ഒരു ഡാറ്റ സ്ട്രക്ചർ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സെറ്റിൽ യുണീക്ക് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അതിനെ കേട്ടത്തില്ല. ആദ്യം കയറിയ ആള് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പൊ സെയിം എലമെന്റ് ഒരിക്കലും ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് അതിനെ യുണീക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ സെറ്റ് ആർ മ്യൂട്ടബിൾ. അപ്പൊ നമ്മൾ ഈ മ്യൂട്ടബിൾ എന്താണെന്നുള്ളത് നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺസ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ടാണ് അത് മ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്. മീനിങ് ദെയർ കണ്ടന്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ക്രിയേഷൻ. അതായത് ക്രിയേഷന് ശേഷം അതിന്റെ ഉള്ളിലത്തെ കണ്ടന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനായി പറ്റും. ബട്ട് ഈച്ച് എലമെന്റ് ഇൻ സെറ്റ് മസ്റ്റ് ബി യൂണിക്. പക്ഷേ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സും അതിൽ പാടില്ല. എല്ലാ എലമെന്റ്സും യൂണിക് ആയിരിക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഫസ്റ്റ് വന്നിട്ട് അതിന്റെ കീ ഫീച്ചർ അൺഓർഡേഡ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. സെറ്റ് ഡു നോട്ട് മെയിൻറ്റെയിൻ any particular order. Unlike list or tuple, order of elements in a set is not defined. അതായത് സെറ്റിന്റെ ഉള്ളിൽ യൂണിക് ആയിട്ടൊരു ഓർഡർ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സെറ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കേളി ബ്രേസസിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഉള്ളിൽ ഓരോ എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. എലമെന്റ് 1 എലമെന്റ് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് ആ കേളി ബ്രേസസ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഈ ലിസ്റ്റിലായാലും ടപ്പിളിലായാലും ഒക്കെ ഇങ്ങനെ എലമെന്റ്സ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് അതിന്റെ പൊസിഷന് ഓരോ നമ്പർ ഉണ്ടായിരിക്കും. പക്ഷെ സെറ്റിന്റെ കേസിൽ അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഈ എലമെന്റ് 1 എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വരത്തുമില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് കണ്ടീഷൻ ആണ് ഈ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അൺഓർഡേഡ് കളക്ഷൻ ആണ്, ഇങ്ങനെ ഒരു നമ്പർ ഇൻഡെക്സ് പൊസിഷൻ നമ്പർ ഉണ്ടായിരിക്കത്തില്ല. ഇനി അടുത്തത് യുണീക്ക് എലമെന്റ്സ് ആണെന്നാണ് പറയുന്നത്. സെറ്റ് കനോട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ആൻഡ് ഇഫ് യു അറ്റംപ്റ്റ് ടു ആഡ് സെയിം എലമെന്റ് മോർ ദാൻ വൺസ് ദ പൈത്തൺ വിൽ ഓട്ടോമാറ്റിക്കലി എൻഷുർ ഇറ്റ് അപ്പിയേഴ്സ് ഓൺലി വൺസ്. ഓക്കെ, പൈത്തൺ ഓട്ടോമാറ്റിക്കലി അത് എൻഷുർ ആക്കിക്കോളും. എങ്ങനെ ഒരു വട്ട ആ ഒരു എലമെന്റ് കയറത്തുള്ളൂ എന്നുള്ളത് എൻഷുർ ആക്കിക്കോളും. പിന്നെന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണെന്നുള്ളതാണ്. യു ക്യാൻ ആഡ് ഓർ റിമൂവ് എലമെന്റ്സ് ഫ്രം എ സെറ്റ് ആഫ്റ്റർ ഇറ്റ്സ് ക്രിയേഷൻ യൂസിംഗ് മെത്തേഡ്സ് ലൈക്ക് ആഡ്, റിമൂവ് ഓർ ഡിസ്കാർഡ്. ആഡ്, റിമൂവ്, ഡിസ്കാർഡ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എലമെന്റ്സിനെ നമുക്ക് ഒരു സെറ്റിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഇനി അടുത്ത ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ എലമെന്റ്സ് ആണ്. അതായത് എലമെന്റ്സ് ഓഫ് എ സെറ്റ് മസ്റ്റ് ബി ഇമ്മ്യൂട്ടബിൾ. അതായത് ഈ ഒരു സെറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം. ഇപ്പം നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 1, 2 അതുപോലെ തന്നെ നമുക്ക് ഫോൾസ് ബൂലിയൻ വാല്യൂസ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനത്തെ എലമെന്റ്സ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇമ്മ്യൂട്ടബിൾ ആണ്. ടെക്സ്റ്റ് സ്ട്രിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇമ്മ്യൂട്ടബിൾ ആണ്. ഓക്കെ, സോ മീനിങ് യു ക്യാൻ ഹാവ് നമ്പർ സ്ട്രിങ്സ് ഓർ ടപ്പിൾസ് ആസ് എലമെന്റ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ടപ്പിൾ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. വേറെ എന്തെങ്കിലും ടപ്പിൾ ഓഫ് എലമെന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റിന് ഒരു എലമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഇതിൽ ലിസ്റ്റും ഡിക്ഷണറീസും ഓക്കെ, ബട്ട് നോട്ട് ലിസ്റ്റസ് ഓർ ഡിക്ഷണറീസ് സിൻസ് ദേ ആർ മ്യൂട്ടബിൾസ്. ലിസ്റ്റസും ഡിക്ഷണറീസും മ്യൂട്ടബിൾ ആയ കാരണം നമുക്ക് അത് ഒരു എലമെന്റ് ആയിട്ട്, അതായത് സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് 1, 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ലിസ്റ്റോ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഡിക്ഷണറിയോ, ഇപ്പോൾ D1 അതുപോലെ തന്നെ K2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡിക്ഷണറിയോ നമുക്ക് എലമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇത് പോസിബിൾ അല്ല. കാരണം ഇതെന്താണ്, ഈ സംഭവങ്ങളൊക്കെ മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒരിക്കലും സെറ്റിൽ ഒരു എലമെന്റ് ആകത്തില്ല. ഇനി അടുത്തത് നോ ഇൻഡെക്സിംഗ് ഓർ സ്ലൈസിംഗ്. സിൻസ് സെറ്റ്സ് ആർ അൺഓർഡേഡ്, സെറ്റ്സിൽ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം, ഇൻഡെക്സ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം യു കനോട്ട് ആക്സസ് എലമെന്റ്സ് ബൈ ദെയർ ഇൻഡെക്സ്. അതുകൊണ്ട് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. That supports standard mathematical set operations like union, intersection, difference and symmetric difference. ഓക്കെ, അപ്പം സെറ്റിൽ നമ്മളിപ്പം പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന കുറച്ച് സെറ്റ് ഓപ്പറേഷൻസ് ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പൈത്തന്റെ സെറ്റിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ആ പാർട്ടിൽ ഇതിനും കൂടി വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് സെറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത്. നമുക്ക് എങ്ങനെ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൗ ടു create a set
എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സെറ്റിന്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പം ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഒരു സ്ട്രിങ് കൊടുക്കാം, അതുപോലെ തന്നെ ടപ്പിൾ വേണമെങ്കിൽ ടപ്പിൾ കൊടുക്കാം, ലിസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കി ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്കതൊരു സെറ്റ് ആക്കിയിട്ട് കിട്ടും, എലമെന്റ്സിനെ സെറ്റ് ആക്കിയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ലിസ്റ്റ്, എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിന് നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ആണ് കിടക്കുന്നത്. ഇനി ഞാനത് A is equal to സെറ്റ് ഓഫ്, ഞാൻ ലിസ്റ്റിന് ലിസ്റ്റ് 1 എന്നാണ് പേരിട്ടിട്ടുള്ളത്. സെറ്റ് ഓഫ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് സെറ്റ് ആയിട്ട് മാറും. 1 2 3 4 എന്ന് പറഞ്ഞൊരു സെറ്റ് അത് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ആ ഒരു മറ്റൊരു കൺസെപ്റ്റ് ആയിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഇമ്മ്യൂട്ടബിൾ എലമെന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു സെറ്റിന്റെ ഉള്ളിൽ എലമെന്റ് ആയിട്ട് നമ്മൾ ലിസ്റ്റിനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ, ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ ഉള്ളിൽ ലിസ്റ്റിനെ കൊടുത്ത് തന്നെ സെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ. മറ്റേതല്ലേ സെറ്റിന്റെ ഉള്ളിലേക്ക് ഒരു എലമെന്റ് ആയിട്ട് ലിസ്റ്റിനെ കൊടുക്കുന്ന പരിപാടിയല്ല ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ ഈ ഒരു കേസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു ഇതാണ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A is equal to ഒരു കർലി ബ്രേസസ് ഇട്ട് അതിന്റെ ഉള്ളിൽ ഓരോ എലമെന്റ്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ എലമെന്റ്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെപ്പറേറ്റഡ് ബൈ കോമ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടാകാം. സാധാരണ നമ്മൾ ടപ്പിളും അതുപോലെ തന്നെ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സെറ്റിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു കർലി ബ്രേസസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റ് ആവത്തില്ല, അത് നമ്മൾ ഡിക്ഷണറി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊരു സെറ്റ് അല്ല. ഓക്കെ, സോ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എംപ്റ്റി സെറ്റിന് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യണം. ഇതാണ് എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ആക്കത്തുള്ളൂ. ഈ സമയം എംപ്റ്റി സെറ്റ് നമ്മൾ വെറുതെ ഒരു കർലി ബ്രേസസ് സെറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ആക്കത്തില്ല. ഓക്കെ, അപ്പം അതും കൂടി നമ്മൾ ഈ ഭാഗത്ത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് അപ്ഡേറ്റിംഗ് എ സെറ്റ്. ഒരു സെറ്റിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റിംഗ് എ സെറ്റ്. അപ്പം ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, സെറ്റ് A is equal to 2, 4, 5 എന്ന് പറഞ്ഞ കുഞ്ഞൊരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് ആഡിന്റെ ഉള്ളിൽ ഇവിടെ പാരാമീറ്റർ ആയിട്ട് വരുന്നത് വാല്യൂ ആണ്. നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. ഞാൻ A ഡോട്ട് ആഡ് ഒരു വാല്യൂ ഇപ്പം ഞാൻ 100 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ A എന്ന് പറയുന്നത് എന്താവും, 2, 4, 5, 100 എന്ന് പറഞ്ഞിട്ട് അടുത്ത വാല്യൂ അതിൽ ആഡ് ആയിട്ട് വരും. ഓക്കെ, എനിക്ക് ഇനി ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ട് വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ലൂപ്പ് ഉപയോഗിക്കലാണ്. അതായത് ഇപ്പം ഞാൻ ഫോർ ഐ ഇൻ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്, അപ്പം ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് 1 എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ ഞാൻ 200 300 എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂസ് കയറ്റിയ ലിസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫോർ ഐ ഇൻ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ A ഡോട്ട് ആഡ് ആഡ് ഓക്കെ ആഡ് ഐ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എയിലേക്ക് A എന്ന് പറയുന്ന ആ ഒരു സെറ്റിന്റെ ഉള്ളിലേക്ക് 2, 4, 5 100 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 200ഉം അതുപോലെ തന്നെ 300ഉം കൂടി ആഡ് ആയിട്ട് വരും. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതൊരു മെത്തേഡാണ്. അപ്പോൾ തന്നെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്ഡേറ്റ്. അപ്പോൾ ഈ അപ്ഡേറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സ് ആയിട്ട് വരുന്ന എന്ത് വേണമെങ്കിലും കൊടുക്കാനായിട്ട് വരും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേറൊരു സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു ടപ്പിൾ കൊടുക്കാം, അതുപോലെ ലിസ്റ്റ് കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് A is equal to 1, 2, 3 എന്ന് പറഞ്ഞ കുഞ്ഞൊരു സെറ്റാണ്. ഞാൻ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകണേ. A ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു കുറച്ച് ആൾക്കാർ ഇപ്പോൾ സെറ്റ് ഓഫ് 4, 5 കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ സെറ്റ് ഓഫ് മൾട്ടിപ്പിൾ വാല്യൂസിന് നമുക്ക് ഇങ്ങനെ ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ A എന്ന് പറയുന്ന ആൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ഈ എലമെന്റ്സിനെ കൂടി നമുക്ക് ഒറ്റയ്ക്ക് കയറ്റാനായിട്ട് പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ എന്താണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടും പകരം നമുക്ക് എളുപ്പത്തിൽ അപ്ഡേറ്റ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ എലമെന്റ്സിനെ കയറ്റാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് അപ്ഡേറ്റിംഗ് എ സെറ്റിന്റെ പാർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ സെറ്റ്. ഓക്കെ, ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ സെറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അൺഓർഡേഡ് കളക്ഷൻ ആയ കാരണം നമുക്ക് എന്താണ് ഇൻഡെക്സിങ് പോസിബിൾ അല്ല. ഇൻഡെക്സിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ലൂപ്പിംഗ് ആണ്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, സെറ്റ് A is equal to 1, 2, 3 എന്ന് പറഞ്ഞൊരു സെറ്റാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ലൂപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഐ ഇൻ A എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിലത്തെ എല്ലാ എലമെന്റ്സ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെന്റ്സിനായിട്ട് അതെനിക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്
സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നാലാമത്തത് ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ സെറ്റ്. അതിൽ നമുക്ക് ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് റിമൂവ്. അപ്പം റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂനെ റിമൂവ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 1 2 3 4 5 3 1 2 4 5 ഓക്കെ, ഇത്ര എലമെന്റ്സ് ആണ് കിടക്കുന്നത്. ഞാൻ എന്നിട്ട് ഇതിൽ എ ഡോട്ട് റിമൂവ് അതിൻ്റെ ഉള്ളിൽ ഞാൻ 5 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ആളെന്നെ റിമൂവ് ചെയ്തിട്ട് എന്ന് പറയുന്നത് 1 2 4 മാത്രമാക്കിയിട്ട് എടുത്ത് തരും. പക്ഷേ ഈ റിമൂവിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പം എന്തെങ്കിലും ഇല്ലാത്ത ആളെ റിമൂവ് ചെയ്യാണ്. ഇപ്പം ഞാൻ റിമൂവ് ഡോട്ട് റിമൂവ് 100 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കീ എറർ തരും. ഓക്കെ, ഇല്ലാത്ത എലമെന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് കീ എറർ തരും. അപ്പം ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ വലിയൊരു സെറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം അതിലെനിക്കൊരു വാല്യൂനെ കളയണം, പക്ഷെ ആ വാല്യൂ സെറ്റിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കീ എറർ ഇല്ലാണ്ട് എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് ഡിസ്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഡിസ്കാർഡ്. ഓക്കെ, ഡിസ്കാർഡിന്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഈ വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എറർ കിട്ടത്തില്ല. വാല്യൂ ഉണ്ടെങ്കിൽ ആ എന്നത് റിമൂവ് ചെയ്യും. വാല്യൂ ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് നമുക്ക് എറർ തരത്തില്ല. തന്നെ നമ്മുടെ ആ ഒരു സെറ്റിനെ തന്നെ അത് റിട്ടേൺ ചെയ്ത് തരും. അതിനാണ് നമ്മൾ ഡിസ്കാർഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഡിലീറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഞാൻ എ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത് ഫസ്റ്റ് എലമെന്റിനെ അത് എനിക്ക് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ഫസ്റ്റ് എലമെന്റിനെ അത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അതിനാണ് പോപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലിരിക്കുന്ന എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 2 4 ആണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ എ ഡോട്ട് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് റിട്ടേൺ ചെയ്യുന്നത് 1 ആയിരിക്കും. പോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റ് വന്നിട്ട് 2 4 മാത്രമുള്ള എലമെന്റ്സ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിട്ട് മാറും. ഇത്രയാണ് പോപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ലാസ്റ്റത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്ലിയർ ചെയ്തതിന് ഞാൻ എ ഡോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു എംപ്റ്റി സെറ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എംപ്റ്റി സെറ്റ് ഇങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് ആയിരിക്കും എനിക്ക് ക്ലിയർ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് തരുന്നുണ്ടാവാം. ഇത്രയാണ് ഡിലീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് നമ്മൾ പിന്നെ വന്നിട്ട് നോക്കുന്നത് കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. അപ്പം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇപ്പൊ ഇനി നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. അപ്പം ഫസ്റ്റ് വന്നിട്ട് ഇതിൽ നമ്മൾ പഠിച്ച ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് ചെയ്ത് തരും. രണ്ടാമത്തെ ഇതിൽ നമ്മൾ പഠിക്കുന്നത് സെറ്റ് ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ പേരാണ് കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ല, സെറ്റിന് എന്താണോ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ആ പേരാണ് വരുന്നത്. ഞാനിപ്പം സെറ്റ് ഡോട്ട് അപ്ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ആയിട്ട് കൊടുക്കാം, ഡബിൾ ആയിട്ട് കൊടുക്കാം, സെറ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് എസ് ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വാല്യൂനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്കിത് എറർ തരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എസ് ഡോട്ട് ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആ സമയത്ത് വാല്യൂ ഇല്ലെങ്കിലും നമുക്ക് എറർ കിട്ടത്തില്ല. പിന്നെ നമ്മൾ എസ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എലമെന്റിന് നമുക്ക് അത് റിട്ടേൺ ചെയ്തിട്ട് എസ് നിന്ന് അത് റിമൂവ് ചെയ്ത് തരും. അത് നമ്മുടെ സെറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതിൽ ലാസ്റ്റ് പഠിച്ചത് എസ് ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് ഒരു എംപ്റ്റി സെറ്റ് അത് നമുക്ക് എടുത്ത് തരും. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാൻ വരുന്നത് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ള 1 2 3 4 5 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 5 ആയിട്ട് അത് റിട്ടേൺ ചെയ്ത് തരും. എത്ര എലമെന്റ്സ് ഉണ്ടോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഇനി നമുക്ക് എട്ടാമത്തെ വരുന്നത് മാക്സ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. മാക്സിമം എലമെന്റിനെ അത് റിട്ടേൺ ചെയ്ത് തരും. പിന്നെ നമുക്ക് വരുന്നത് മിനി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് അതിൽ വരുന്ന മിനിമം എലമെന്റ് ഏതാണോ വരുന്നത് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് സം ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇത് നമുക്ക് 1 + 2 + 3 + 4 + 5 എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് സോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. സോർട്ടഡ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അസെൻഡിങ് ഓർഡറിൽ അത് സോർട്ട് ചെയ്ത് തരും, അസെൻഡിങ് ഓർഡറിൽ. പിന്നെ നമുക്ക് അടുത്തത് ഇതിൽ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എ ഡോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു കോപ്പി അത് നമുക്ക് എടുത്ത് തരും. ഇത്രയാണ് ഇതിൽ വരുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് കുറച്ച് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ് നോക്കാനുള്ളത്. അത് ടു ചെക്ക് ദ എലമെന്റ്സ് വിത്തിൻ ദ സെറ്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്തത് വരുന്നത് നമ്മുടെ 6th സെക്ഷൻ ആണ്, ടു ചെക്ക് എലമെന്റ്സ് വിത്തിൻ ദ സെറ്റ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്
സബ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ് ആദ്യം സബ്സെറ്റ് എന്നുള്ളത് നോക്കണം. അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്. A is equal to 1, 2, 3 എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ B is equal to 1, 2, 3, 4, 5 എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ബിഗ് സെറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ സ്മോൾ സെറ്റ് വരുന്നത്. അപ്പം ഈ സബ്സെറ്റ് ആണോ നോക്കല് ഇത് വരുന്നത് ഇപ്പം ബിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ബിയിൽ എം ടി സെറ്റ് അതിന്റെ സബ്സെറ്റ് ആവാം. അതുപോലെ തന്നെ ബിയിൽ 1 എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആവാം. ബിയിൽ 2 എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആവാം. ബിയിൽ ഒരു 3 മാത്രം വരുന്നത് അതിന്റെ ബിന്റെ സബ്സെറ്റ് ആണ്. ഇങ്ങനെ 4 മാത്രം ഉള്ള ഒരു സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണ്. 5 മാത്രം ഉള്ള ഒരു സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണ്. പിന്നെ അതല്ലാണ്ട് 1, 2 അതുപോലെ തന്നെ 1, 3, 1, 4, 1, 5 ഇതുകളല്ലാതും ഈ ബി എന്ന് പറയുന്ന ആളിന്റെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2, 3, 2, 4, 2, 5 ഇതിന്റെ ഉള്ളിൽ വരുന്ന സബ്സെറ്റുകളാണ്, ബിന്റെ സബ്സെറ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 3, 4, 3, 5 എന്ന് പറയുന്നതും എന്താണ് ബിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 4, 5 എന്ന് പറയുന്നതും ബിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ 1, 2, 3 എന്ന് പറയുന്നത് ബിന്റെ ഒരു സബ്സെറ്റ് ആണ്. 1, 3, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് ഇപ്പം മൊത്തത്തിൽ ഏതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് എലമെന്റ്സ് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ്സിന്റെ കുഞ്ഞു സെറ്റുകളൊക്കെ ഇതിന്റെ സബ്സെറ്റുകളാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ സബ്സെറ്റുകളാണെന്നാണ് പറയുന്നത്, സബ്സെറ്റുകൾ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എ എന്ന് പറയുന്നത് ബിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ തന്നെ ഈ ആൾക്കാരുടെ എല്ലാം സൂപ്പർ സെറ്റ് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് എന്റെ സൂപ്പർ സെറ്റ് ആണ് ബി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ സബ്സെറ്റ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇതില് ഇപ്പം നമുക്ക് ഇത് ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എ ഡോട്ട് ഈസ് സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. സബ്സെറ്റിന്റെ ഉള്ളിൽ നമ്മൾ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൂപ്പർ സെറ്റ് ആണ് ഇതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരും? ട്രൂ എന്ന് പറയുന്ന ബൂലിയൻ വാല്യൂ ആൻസർ ആയിട്ട് തരും. ഇനി ഇതിൽ രണ്ടാമത്തെ വരുന്നത് ഈ സൂപ്പർ സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ബി ഈസ് സൂപ്പർ സെറ്റ് ഓഫ് എ. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആയിരിക്കും ബിന്റെ. സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൂ ആയിട്ട് തരും. സബ്സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരും? ഫോൾസ് ആയിട്ട് ബൂലിയൻ വാല്യൂ നമുക്ക് ആൻസർ തരും. പിന്നെ ഇതിൽ വരുന്ന ഒരു സെറ്റ് ആണ്, വേറൊരു ടൈപ്പ് ആണ് ഡിസ്ജോയിന്റ് ആണോ എന്ന് നോക്കല്. ഓക്കെ, ഇപ്പം എന്താ പറയാ, രണ്ട് സെറ്റുകൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ ഇതിൽ എ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 1, 2 കൊടുത്തു, അപ്പം ബി എന്ന് പറഞ്ഞിട്ട് 4, 5 കൊടുത്താൽ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ കണ്ടോ, ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, എലമെന്റ്സ് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ അവർ ഡിസ്ജോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ കേസിൽ എ ഡോട്ട് ഡിസ്ജോയിന്റ് ബി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രൂ തരും. പക്ഷെ നമ്മൾ ആദ്യത്തെ കേസിൽ എയും ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. കാരണം ബി എന്ന് പറയുന്നത് എന്റെ സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എയും ബിയും ജോയിന്റ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ജോയിന്റ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫോൾസ് ആൻസർ തരും. ഓക്കെ, അപ്പം നമ്മളത് എലമെന്റ്സിനെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സബ്സെറ്റ് ആണോ സൂപ്പർ സെറ്റ് ആണോ ഡിസ്ജോയിന്റ് സെറ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒരു പർട്ടിക്കുലർ എലമെന്റ് സെറ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. അപ്പം ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ മുന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ആൻഡ് നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കയ്യിൽ എ ഇസ് ഈക്വൽ ടു 2, 4, 5 എന്ന് പറയുന്ന കുഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഞാൻ 2 ഇൻ എ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ട്രൂ തരും, കാരണം എയിൽ 2 ഉണ്ട്. ഇനി 2 നോട്ട് ഇൻ എ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഫോൾസ് തരും, കാരണം എയിൽ 2 ഉണ്ട്. ഞാനിതിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് നോട്ടിൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് മെമ്പേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും? സെറ്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തൊരു കൺസെപ്റ്റ് നോക്കാൻ പോകുന്നത് ടൈപ്പ് കൺവേർഷൻ ആണ്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരിച്ച് സെറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റണം. ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതിനാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ടൈപ്പ് കൺവേർഷൻ നമ്മളിവിടെ ഒറ്റൊരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ലിസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ടപ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. സ്ട്രിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഞാൻ നമ്മുടെ ഡിക്ഷണറിയുടെ കേസ് വരുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെറ്റ് ഓഫ് ടപ്പിൾസ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഡിക്ഷണറി ഡോട്ട് കീസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കീസിന്റെ ഒരു സെറ്റ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഡിക്ഷണറി ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ അത് വാല്യൂസിന്റെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ഇത്രയാണ് ടൈപ്പ് കൺവേർഷന്റെ ഭാഗത്ത്. ലിസ്റ്റിനെ ടപ്പിളാക്കുക, ലിസ്റ്റിനെ സെറ്റ് ആക്കുക, ടപ്പിളിനെ സെറ്റ് ആക്കുക, സ്ട്രിങ്ങിനെ സെറ്റ് ആക്കുക, പിന്നെ ഡിക്ഷണറിയിലുള്ള ഐറ്റംസിനെ എടുക്കുക, കീസിനെ എടുക്കുക, വാല്യൂസിനെ എടുക്കുക, അതിനൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇത്രയാണ് ടൈപ്പ് കൺവേർഷനിൽ വരുന്നത്. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാനുള്ളത് സെറ്റിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും അതിനെ.
സെറ്റ് ഓപ്പറേഷൻസ്. അപ്പം സെറ്റ് ഓപ്പറേഷൻസിന്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്, 1, 2, 3, 4 ഇത്ര ഒരു സെറ്റ് ആണ് കിടക്കുന്നത്. ബി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്, അതിൽ 4, 5, 6, 3, 7 ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ യൂണിയൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ് വരുന്നത് എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് എയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം. ഓക്കെ, ഒന്നും റിപ്പീറ്റ് ആയിട്ട് വരില്ല, എയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എ ഡോട്ട് യൂണിയൻ ബി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ അതിൽ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇപ്പൊ 4, 3 എന്ന് പറയുന്ന ആൾക്കാർ ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് രണ്ടെണ്ണത്തിലും. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഒരു വട്ടം എടുക്കത്തുള്ളൂ. ഓക്കെ, ഒരു വട്ടം എടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ എലമെന്റ്സിനും അത് ഇൻക്ലൂഡഡ് ആക്കിക്കും. എയിലും ബിയിലോ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് വരില്ല, എയിലോ ബിയിലോ അത് ഉണ്ടായിരിക്കണം. എ ഓർ ബി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് യൂണിയനിൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇന്റർസെക്ഷൻ, ഇപ്പൊ ഇന്റർസെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എടുക്കുക. എ ആൻഡ് ബി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അത് എ ഡോട്ട് ഇന്റർസെക്ഷൻ ബി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് എയിലുണ്ടാവണം ബിയിലുണ്ടാവണം. ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4, 3 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു രണ്ട് സെറ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 4 ആൻഡ് 3 ആണ് കോമൺ ആയിട്ട് വരുന്നത്. കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എടുക്കും. ഇനി അടുത്തത് ഡിഫറൻസ് ആണ് ഇപ്പം നോക്കുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിതിൽ ഈ ഒരു പോർഷനെ സെലക്ട് ചെയ്താണ്. അടുത്തത് നമുക്കിനി നോക്കാനുള്ളത് ഡിഫറൻസ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ എ ആൻഡ് ബി നമ്മുടെ എ ആൻഡ് ബി വരുന്നത് ഇത്രയാണ്. എ ആൻഡ് ബി എടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഞാൻ ഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് മൂന്നാമത്തെ. അപ്പം ഇതില് ഡിഫറൻസ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെയും ബിന്റെയും ഡിഫറൻസ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. എ ഡിഫറൻസ് ബി കാണുന്ന സമയത്ത് എ മൈനസ് ബി ആണ് നമ്മൾ പ്രാക്ടിക്കലി അവിടെ ചെയ്യുന്നത്. അതായത് ബിയിൽ വരുന്ന ആളുണ്ടല്ലോ, സോറി, ഇതിലിപ്പം എയിലെ ഏതെങ്കിലും എലമെന്റ്സ് ബിയിൽ വരുന്നുണ്ടെങ്കിൽ അവരെ അത് ഒഴിവാക്കും. ഓക്കെ, ബിയിൽ വരുന്ന എല്ലാ ആൾക്കാരെയും ഒഴിവാക്കി വിടണം. അപ്പോൾ തന്നെ എയിലെ ഏതെങ്കിലും എലമെന്റ്സ് ബിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വിടണം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് 1, 2 മാത്രമായിരിക്കും എന്ന് കിട്ടുന്നുണ്ടാവുക. ബാക്കി 3 and 4 ബിയിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ബിയിലുള്ള ബാക്കി എല്ലാ എലമെന്റ്സിനും അത് ഒഴിവാക്കും. ഓക്കെ, ഇതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് സിമ്മറ്റിക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. സിമ്മറ്റിക് ഡിഫറൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് എന്നും ബിന്നും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനായിരിക്കും അത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടാവുക. അതായത് ഇന്റർസെക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക. എ ഡോട്ട് സിമെറ്റിക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 1, 2 പിന്നെ 4ഉം 3ഉം വരുന്നുണ്ടാവില്ല, 5, 6, 7 കൂടി ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. കോമൺ ആയിട്ട് വരുന്ന 4നെയും 3നെയും ഇത് ഒഴിവാക്കും. ഇതാണ് സിമെട്രിക് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇതിന് അപ്ഡേറ്റ് വരുന്നുണ്ട്, അതായത് സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ്, ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫംഗ്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏതാണോ സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് അത് അപ്ഡേറ്റ് ആവും. ഇപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പോഴും 1, 2, 3, 4 തന്നെയായിരിക്കും ഇതിൽ എടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് എയിലേക്ക് ഈ ഒരു ആൻസർ വന്നിട്ട് അപ്ഡേറ്റ് ആവും. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാവും ഈ ഒരു കാര്യം. പിന്നെ നമുക്ക് ഇതിൽ ലാസ്റ്റ് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രോസൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഫ്രോസൺ സെറ്റിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രോസൺ സെറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിട്ട് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഫ്രോസൺ സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഫ്രോസൺ സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത് ഇപ്പം എ ഇസ് ഈക്വൽ ടു ഫ്രോസൺ സെറ്റ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ എന്തെങ്കിലും സെറ്റോ ലിസ്റ്റോ ടപ്പിളോ ഓഫ് വാല്യൂസ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്ന എ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂട്ടബിൾ സെറ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതിന് ഇമ്മ്യൂട്ടബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫ്രോസൺ സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. അപ്പം ഇത്രയും പഠിപ്പിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലത്തുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.